വടകരയുടെ പ്രിയപ്പെട്ട MLA PC മീന, ബഹുമാന്യയായ HM ശ്രീമതി PM ലീന, പ്രസിഡന്റ് തോടർന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, അബ്ദുൽ ഹമീദ്, പ്രസിഡന്റ് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കുഞ്ഞ്, അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു തന്നത് ഈ കൊച്ചു വിദ്യാലയമാണ്. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലെത്തുമ്പോൾ എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മ വരിക ഒരു പഴയ അടച്ചുറപ്പില്ലാത്ത ഒരു ഹാളും അതിൻ്റെ 3ാം ക്ലാസ്സിൻ്റെയും 4ാം ക്ലാസ്സിൻ്റെയും ഇടയിൽ ഈ തട്ടിൻ്റെ മുകളിൽ പട്ടി കൊണ്ടടിച്ച് പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുപായയും പൂവണിമേ. എന്നറിഞ്ഞ പുതുവത്സരാശംസകൾ ആദ്യം ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കലാലയത്തിൻ്റെ ചരിത്രവും സ്വാദപ്രാസംഗികനും പ്രിയപ്പെട്ട MLA അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ ഇതിൻ്റെ മുൻകാലവും എല്ലാം ഇവിടെ പറഞ്ഞു. ഇപ്പോൾ പുതിയൊരു കെട്ടിടത്തിൻ്റെ തറക്കല്ലിടുമ്പോൾ ആധുനിക സൗകര്യങ്ങൾ കൂടി ഒരു സർക്കാർ എയ്ഡഡ് കലാലയത്തിലേക്ക് കടന്നു വരികയാണ്. അത് ഈ പ്രദേശത്തിനും പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും ഈ നാടിനും വലിയൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ MLA പ്രിയപ്പെട്ട KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ അവറുകൾ, വേദിയിലുള്ള പ്രിയങ്കരിയായ വടകരയുടെ MLA ഇവിടുത്തെ എൻഡോമെൻ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീമതി KK രമ അവറുകൾ, പ്രിയങ്കരനായ ദിവാകരൻ കൊള്ളിക്കാവിൽ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ മാസ്റ്റർ, ശ്രീ വിനോദ് കുമാർ M, PC ബീന ടീച്ചർ, പ്രിയപ്പെട്ട ശ്രീ മാനേജ്മെൻറ്റ് പ്രതിനിധി ശ്രീ അബ്ദുൾ റസാഖ് മാസ്റ്റർ, PM ലീന, അബ്ദുൽ ഹമീദ് പ്രസിഡന്റ്, ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത്, തോടന്നൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ലീന അവറുകൾ, അതുപോലെ TV കുഞ്ഞിരാമൻ മാസ്റ്റർ, NM വിമല, T സജിത്, ദീപരാജ് മാസ്റ്റർ, സിബീഷ് PS, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ CP വിജയൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, അനധ്യാപക ജീവനക്കാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നല്ലവരായ നാട്ടുകാർ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സ്കൂളിൻ്റെ ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമമാവുന്നത്. പൊന്മേരി വെസ്റ്റ് LP സ്കൂളിന് ഒരു ഹൈടെക് കെട്ടിടത്തിലേക്ക് ഇത് കടക്കുകയാണ്. ആ ഹൈടെക് കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ആദ്യം പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാധാരണക്കാരന് പണം ഒരു മാനദണ്ഡമാകാതെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് പൊതുവിദ്യാലയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത.
ഇവിടെ കടന്നു വരുന്ന ഒരാളുടെ മുമ്പിലും അവരുടെ വീട്ടിലെ സാമ്പത്തിക ശേഷിയും അവരുടെ വീട്ടിലെ ഇല്ലായ്മകളും ഒരു തടസ്സം. ഭയങ്കര ടൈമിങ്ങാണ് കേട്ടോ. അപ്പോൾ പൊതുവിദ്യാലയത്തിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ്. ഓരോ പൊതുവിദ്യാലയവും സംരക്ഷിക്കപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം നാളെ ഈ അവകാശം അടുത്ത തലമുറകൾക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. MLA ഏതാനും വർഷം മുമ്പ് തന്നെ സ്കൂളിൻ്റെ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ കഴിയും, സാങ്കേതിക പ്രയാസങ്ങൾ മറികടന്ന് ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഇവിടെ വെച്ചു പുലർത്തുന്നു. ഇവിടുത്തെ വഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയും കൂടെ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിനൊന്നും ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് ഈ കുഞ്ഞു മക്കളിങ്ങനെ സന്തോഷത്തോടെ നാട്ടിൻപുറത്ത് നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ ആ കാഴ്ച നമുക്ക് ഹൃദ്യമാവുന്നതും ആ കാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള കാരണം ഈ കെട്ടിടം ഇതിങ്ങനെയാണെങ്കിലും ഇതൊരു പൊതുവിദ്യാലയമാണ് എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ അത് നിലനിൽക്കുക, അത് വളരുക എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം നാട്ടിൽ ആ അവകാശം കുറേ തലമുറകൾക്ക് കൂടി ലഭിക്കുക എന്നുള്ളതാണ്. ഇത്തരം കൂട്ടായ്മകളൊക്കെ ഉപകരിക്കേണ്ടതും അതിനുവേണ്ടി തന്നെയാണ്. അതിന് ആത്മാർത്ഥമായ പരിശ്രമം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നടത്താം. ഒരു പൊതുവിദ്യാലയം നിലനിൽക്കട്ടെ, ഒരു പൊതുവിദ്യാലയം വളരട്ടെ. നമ്മുടെ കുട്ടികൾ നാളെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ച് ഈ നാടിന് അഭിമാനമായി മാറട്ടെ. അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സ്കൂളിൻ്റെ മറ്റു കാര്യങ്ങളിൽ നമുക്ക് വീണ്ടും ഇരുന്ന് സംസാരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു. ആ വഴി ശരിയാക്കാൻ ഒരു സംഖ്യ അനുവദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ കുറ്റ്യാടി നിയോജക മണ്ഡലം MLA പ്രിയപ്പെട്ട കുഞ്ഞമ്മദൂട്ടി മാസ്റ്റർ, ഈ ഹൈടെക് വിദ്യാലയമാക്കുന്നതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച വടകരയുടെ പ്രിയങ്കരനായ MP ശ്രീ ഷാഫി പറമ്പിൽ, സ്വാഗതം പറഞ്ഞ ദിവാകരൻ കൊള്ളിക്കാവിൽ, AO വിനോദ് കുമാർ,